ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ഡോക്ടർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത വിട്ടുമാറാത്ത ചെവിവേദന മാൻവിക്കിനെ അലട്ടി. ഒരു വൃദ്ധ സ്ത്രീ യേശുവിനെ പരിചയപ്പെടുത്തി. അവൻ മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു പേര്. ഒരു ചെറിയ പള്ളിയിൽ മാൻവിക്ക് കടന്നുപോയി തീവ്രമായി പ്രാർത്ഥിച്ചു. നീ യഥാർത്ഥ ദൈവമാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ. പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വേദന അപ്രത്യക്ഷമായി. മുഴുവൻ കുടുംബവും യേശുവിലുള്ള വിശ്വാസം സ്വീകരിച്ചു. അവരുടെ വീട് വിശ്വാസികളുടെ ഒത്തുചേരൽ സ്ഥലമായി മാറി. എന്നാൽ അവരുടെ മാനസാന്തരം മറ്റു ചിലരെ പ്രകോപിപ്പിച്ചു. യേശുവിനെ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2000 കോപാകുലരായ ഗ്രാമവാസികൾ അവരുടെ വീട് വളഞ്ഞു. പീഡനം നേരിട്ടപ്പോൾ മാൻവിക്ക് ഉറച്ചുനിന്നു. യേശുക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ വടികളും ടയറുകളും ഉപയോഗിച്ച് ബോധരഹിതനാകുന്നതുവരെ മർദ്ദിച്ചു. സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യ വേദനയോടെ നോക്കിനിന്നു. പുറത്താക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതുമായ മാൻവിക്കിന്റെ കുടുംബം ജോലി ചെയ്യാനോ ഭക്ഷണം വാങ്ങാനോ കഴിയാതെ 3 മാസം അതിജീവിച്ചു. അവരുടെ വിശ്വാസത്തിൽ പറ്റിപ്പിടിച്ചും ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിച്ചും. തന്റെ ഗ്രാമത്തിലെ പള്ളിയുടെ വാതിലുകൾ വീണ്ടും തുറക്കപ്പെടണമെന്നും കൂടുതൽ ഹൃദയങ്ങൾ കർത്താവിനെ അറിയണമെന്നും മാൻവി പ്രാർത്ഥിക്കുന്നു.